Hi friends, welcome to Sakshi Kitchen. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സമോസ ഷീറ്റ് ആണ്. കടകളിൽ നിന്ന് വാങ്ങുന്ന പോലത്തെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സമോസ ഷീറ്റ് നമുക്ക് വീട്ടിലും തയ്യാറാക്കി എടുക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കി വരാം. ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഞാൻ 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ വേണ്ടത് എണ്ണയാണ്. ഇതിലേക്ക് 1 സ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഓയിലും മൈദയും കൂടി കൈകൊണ്ട് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തു അറിയിക്കുക. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുന്ന രീതിയിൽ കുഴച്ചെടുക്കുക. ഒരുപാട് അങ്ങ് കട്ടിയാവരുത്, എന്നാൽ ഈ മാവ് ലൂസായി പോവരുത്. അപ്പോൾ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് സ്വല്പം എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്നുകൂടെ കുഴച്ചെടുക്കാം. നിങ്ങൾക്കിത് ഒന്നുകൂടെ സോഫ്റ്റ് ആവണമെങ്കിൽ അരമണിക്കൂർ മാറ്റി വയ്ക്കാവുന്നതാണ്. ഇത് ഞാൻ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ തയ്യാറാക്കി എടുക്കുകയാണ്. ഇനി ഇത് ഓരോ ചെറിയ ബോൾസ് ആക്കി മാറ്റാം. ഇത് ഇതുപോലെ മീഡിയം സൈസിലുള്ള ബോൾസ് ആക്കി എടുക്കുക. ഇനി ഇതൊരു ചപ്പാത്തി പലകയ്ക്ക് മുകളിൽ കുറച്ച് മൈദ തൂവിയിട്ടിട്ട് പരത്തിയെടുക്കാം. ഇത് ഇതുപോലെ ചെറിയ ചപ്പാത്തി പോലെ പരത്തിയെടുക്കുക. ഇനി ഇതുപോലെ വേറൊരെണ്ണവും നമുക്ക് പരത്തിയെടുക്കാം. 2 എണ്ണം പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഒരെണ്ണത്തിന്റെ മുകളിലേക്ക് എണ്ണ പുരട്ടി കൊടുക്കാം. എല്ലാ വശത്തും എണ്ണ നല്ലോണം പുരട്ടി കൊടുക്കണേ. ഇനി ഇതിന്റെ മുകളിലേക്ക് മൈദപ്പൊടിയും കൂടെ കുറച്ച് തൂക്കി കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മറ്റൊരു പീസും കൂടി വെച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് പരത്തിയെടുക്കാം. ഒരുപാട് കട്ടിയിലും പരത്തരുത്, എന്നാൽ തീരെ കട്ടി കുറയ്ക്കുകയും ചെയ്യരുത്. ഇതേപോലെ ഈ കനത്തിൽ പരത്തിയെടുക്കുക. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കുക. അതിനായിട്ട് പാൻ ചൂടായിട്ടുണ്ട്. ഇതിനി ഫ്ലെയിം കുറച്ച് വയ്ക്കണം. ഇനി ഇതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് എടുക്കുക. ഒരുപാട് സമയം വെച്ച് ചൂടാക്കണ്ട. ഇനി ഇതിൻ്റെ മുകളിൽ കുമിളൊന്നും വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ചുട്ടെടുക്കുക. അപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇളക്കിയെടുക്കാം. പതുക്കെ ഇളക്കിയെടുക്കണം. അപ്പോൾ ഇത് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇത് നോക്ക്, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സമോസ ഷീറ്റാണ്. കട്ടി കുറഞ്ഞാണ് ഇരിക്കുന്നത്. ഇനി ഇതിൻ്റെ അരികും കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആണെങ്കിൽ ഇതുപോലെ 2ആയിട്ട് മുറിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ സമോസ ഷീറ്റെല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ഉറപ്പായിട്ടും ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.